ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടും ലെറ്റൂസ് മോനൂസ് വേൾഡിൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇതേണ്ടേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നമുക്ക് ഈവനിങ് സ്നാക്ക് എന്ന് പറയാം, അതല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അതും എത്ര എളുപ്പത്തിലും നല്ല നല്ല രസമായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വലിയ ഇൻഗ്രീഡിയൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ വളരെ ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടുന്ന പച്ചരിയാണ്. നമ്മൾ പച്ചരി ഒരു 2 മണിക്കൂറോളം ഒന്ന് കുതിർക്കാനിടണം കേട്ടോ. ഇതിപ്പം ഏകദേശം 1.5 മണിക്കൂറായി ഞാനിത് കുതിർക്കാനിട്ടിട്ട്. ഇതിപ്പം ഞാൻ 1/2 കിലോ പച്ചരിയാണ് എടുക്കുന്നത്. അപ്പം നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇതേണ്ട ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം നമുക്കിതിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ആദ്യം കാണിക്കുന്നത് ശർക്കരയാണ്. ഇതിപ്പോൾ ഞാനൊന്ന് പൊടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ 1/2 കിലോ പച്ചരിക്ക് ഞാനിവിടെ 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് തേങ്ങ ചിരകിയത് വേണം. പിന്നെ വേണ്ട ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് തേങ്ങ എടുത്ത് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി തന്നെ വേണം, നമ്മൾ സവാള എടുക്കരുത്. ഒരു 3-4 കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഉപ്പ് വേണം, കുറച്ച് സോഡാപ്പൊടി വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ കാണിച്ച ഒരു അപ്പം എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പച്ചരി നല്ല വൃത്തിയായിട്ട് കഴുകി മിക്സിയുടെ വലിയ ജാറിനകത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തേങ്ങായൂടെ ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിനകത്ത് പച്ചരിയും തേങ്ങായൂടെ ഇട്ട് കഴിയുമ്പം അതിനാവശ്യത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത്രയും വേണ്ട, അതിനാവശ്യമായിട്ടുള്ള വെള്ളം. നമുക്ക് വെള്ളത്തിൻ്റെ അളവൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. നല്ലതുപോലെ ഇതുപോലെ അരച്ച് നല്ലോണം അരയണം കേട്ടോ. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വെക്കാവേ. ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഈ ഒരു മാവിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ഒരു ശകലം ഉപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് ഒരു ശകലം സോഡാപ്പൊടിയും വേണം കേട്ടോ. ഇത് രണ്ടും ഇട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇച്ചിരി വെള്ളമായി പോയോ എന്ന് തോന്നണ്ട കേട്ടോ. നമുക്ക് ഇച്ചിരി ലൂസായിട്ട് തന്നെയാണ് വേണ്ടുന്നത് കേട്ടോ. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയാകരുത് കേട്ടോ. നമുക്കൊന്ന് ഒഴിച്ച് ചുടാൻ പറ്റിയ ഒരു രൂപം വേണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാവേ. ഞാൻ ശർക്കര അടുപ്പിലോട്ട് വെച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉരുകി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ മാവിനകത്തോട്ട് നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ശർക്കര ഒന്ന് ഇളക്കി നോക്കണം, അടുക്കി പിടിക്കരുത്. അപ്പോൾ തീ കുറച്ചിട്ട് മെൽറ്റായി വരട്ടെ. അപ്പോൾ അതേണ്ട ഇതുപോലെ കട്ടയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഫുള്ള് ഇതുപോലെ എല്ലാം നല്ല പോലെ ഉരുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടോടുകൂടി തന്നെ ഈ ഒരു ശർക്കര ഉരുക്കിയത് നമ്മൾ മാവിനകത്തോട്ട് ഒഴിക്കണം. അതും അരിച്ചൊഴിക്കണേ. എല്ലാവർക്കും അറിയാം ശർക്കരയ്ക്കകത്ത് അഴുക്കുണ്ട്. അതുകൊണ്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ പാത്രത്തിലിരിക്കുന്ന മാവ് മറ്റൊരു കൈ കൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ആ മാവ് വെന്ത് പോവുക. അതിൻ്റെ നമ്മൾ ഈ ശർക്കരയും പാനി ചൂടോടെ ഒഴിക്കുമ്പം അതങ്ങ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അടുത്ത കൈ വെച്ചിട്ട് നമ്മളത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരാളുടെ ഹെൽപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഉരുക്കിയ ശർക്കര എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ അത്രയും അഴുക്കുണ്ട്. ഞാൻ ഫുള്ള് ഒഴിച്ചില്ല, ഒരു ശകലം അങ്ങ് മാറ്റി കേട്ടോ. കണ്ടോ? അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഉപ്പ്, പച്ചരി മാവ് അരച്ചത്, തേങ്ങായ്, പിന്നെ നമ്മുടെ സോഡാപ്പൊടി, ഏലക്കാപ്പൊടി, ഇത് ഇത്രയും കൂടി ഇട്ട് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു പാൻ അടുപ്പത്തിലോട്ട് വെച്ചിട്ട് നമ്മൾ നെയ്ക്കകത്ത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആദ്യം നമ്മൾ ചൂടായി കഴിയുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് അതിനകത്തോട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഉള്ളി എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കൊച്ചുള്ളിയാണ് ടേസ്റ്റ് കേട്ടോ. സവാള ഉള്ളി എന്ന് പറയുമ്പോൾ മധുരമായി പോകും. നമ്മൾ ആ ഒരു ടേസ്റ്റ് അല്ല നമുക്ക് വേണ്ടുന്നത്, കൊച്ചുള്ളിയുടെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട്
നമ്മുടെ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ കൂട്ടുകാരും മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പം വലിയ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വൈകുന്നേരങ്ങളിലോ രാവിലെയോ ഒക്കെ നമുക്ക് കുഞ്ഞു മക്കൾക്കും നമുക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേണ്ട നമുക്ക് ഇതുപോലെ ഈ ഒരു മൂപ്പ് മതി കേട്ടോ, ഒരുപാട് അങ്ങ് കറുത്ത് പോകണ്ട. അപ്പം നമുക്ക് ഈ ഒരു തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ നമ്മുടെ മാവിനകത്തോട്ട് ഇട്ട് ഈ നെയ്യോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാവേ. പിന്നെ നമുക്ക് വേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ കുഴിഞ്ഞ ചട്ടി ഉണ്ടല്ലോ, ചീനച്ചട്ടിയോ അലൂമിനിയം അല്ല, നമുക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഇരുമ്പിൻ്റെ നമ്മുടെ കുഴിഞ്ഞ ചീനച്ചട്ടി ഇല്ലേ, ഞാനത് കാണിച്ചു തരാവേ. ഇരുമ്പ് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടിയോ ഏതായാലും കുഴപ്പമില്ല. പക്ഷെ നമുക്കൊരു ഇച്ചിരി കൂടെ കുഴിഞ്ഞ ഒരു പാത്രമാണെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കുമ്പം ആ ഒരു ടെക്സ്ചറിൽ കിട്ടും. നമ്മൾ ഒരുപാടങ്ങ് പരന്ന് പോകത്തില്ല. അപ്പോൾ നേരത്തെ മാവ് നട നിങ്ങൾ കണ്ടു, എല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ആവശ്യം നമ്മളിത് ചുട്ടെടുക്കാൻ പോവുകയാണേ. ഞാനിപ്പോൾ നേരത്തെ നിങ്ങളെ കാണിച്ചു തരാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്കൊരു ഇച്ചിരി ആ ഒരു ടെക്സ്ചർ കിട്ടും, ഒരു കുഴിഞ്ഞ്. അപ്പം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത്ര എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല പോലെ ചൂടാവണം. മസ്റ്റായിട്ട് നമ്മുടെ എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മാവ് ഒഴിക്കാവുള്ളൂ. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം, ഇത്ര എണ്ണ ഞാൻ ഒഴിച്ചു. അതിനകത്തോട്ട് ഞാൻ 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചുടുന്ന ഈ ഒരു അപ്പത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ 2 തവി മാവ് ഒഴിച്ച് എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇത് വേവണം. അതായത് നമ്മളൊരു 5 മിനിറ്റ് തന്നെ വേണം ഇത് കുക്കാവണമെങ്കിൽ. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം വെന്തിട്ടില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും നോക്കുക, കുക്ക് ചെയ്തിട്ട് ഒരു എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിനകത്ത് മാവിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുമ്പം ഇത്ര എണ്ണ ഒഴിക്കണ്ട. അതുമാത്രമല്ല 2 തവി മാവിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ അത്ര എണ്ണ ഒഴിച്ചപ്പോഴും ബാലൻസ് അവിടെ എണ്ണ കിടപ്പുണ്ട്. എങ്കിലും ഇത്രയും വലിപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ 2 തവി മാവ് ഒഴിക്കുകയും വേണ്ട, ഒറ്റ തവി മാവിൻ്റെ. അപ്പോൾ അടുത്തത് ഞാൻ 1 തവി മാവ് ഒഴിച്ചിട്ടാണ് ചുട്ട് കാണിക്കാൻ പോകുന്നത്. അത്രയും എണ്ണയും വേണ്ട കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മുടെ സൂപ്പർ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കലത്തപ്പം ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. ഇങ്ങനെയല്ല, കലത്തപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക, ഇത് കലത്തപ്പമാണോ എന്ന്. എന്തായാലും ഇങ്ങനെ റെഡിയാക്കി എടുത്തു. അപ്പോൾ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എണ്ണ കുറച്ചിട്ട് 1 തവി മാവിലാണ് ചുടുന്നത്. അപ്പോൾ അതും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് എത്രത്തോളം വേണമോ, നമുക്ക് ക്വാണ്ടിറ്റി ഇതിൻ്റെ ഒരു സൈസ് വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തവി ഒഴിച്ചിട്ട് ചുടാം. അതല്ല നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് മതിയെന്നുണ്ടെങ്കിൽ 1 തവി മാവിൽ ചുടാം. എണ്ണ ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഇത് ഒഴിച്ചിട്ട് സിമ്മിലിടുക. ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി നല്ല പോലെ വെന്ത് കിട്ടും. അപ്പം ഞാൻ ഒരു 3-4 എണ്ണം ചുടട്ടെ. ഞാനൊരു 3, 4, 5 ഒരു 6 എണ്ണം ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നു ആദ്യം. 6 എണ്ണം ചുട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് 2 എണ്ണം മക്കളെടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ 4 എണ്ണമായി. അപ്പോൾ 4 എണ്ണം ചുട്ടത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചത്, അല്ലെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകും. ഈ ഒരു പരുവത്തിൽ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഈ ഒരു ടൈമിൽ നല്ലതുപോലെ കുഞ്ഞുങ്ങൾ ഇനി വെക്കേഷനൊക്കെ വരുമല്ലോ, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇത്രയും ഹാപ്പിയായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തെടുത്ത ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.